محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال النبي صلى الله عليه وسلم إن الدنيا حلوة خضرة فإن الله مستخلفكم فيها فينظر الله كيف تعملون واتقوا الدنيا واتقوا النساء وإن أول فتنة بني إسرائيل كانت في النساء أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ രണ്ട് ലോകത്തെയും വിജയത്തിന് അല്ലാഹു നൽകിയത് ദീനാണ്. ദീൻ മനുഷ്യർക്ക് വിജയത്തിനുള്ളത്. ഇത്രത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ ദീനുണ്ടാവോ അത്രത്തോളം രണ്ട് ലോകത്തും അയാൾക്ക് സമാധാനം, സന്തോഷവും വിജയവും ഉണ്ടാവും. ദീൻ കുറയുന്നതിനനുസരിച്ച് മനുഷ്യനിൽ അസമാധാനവും അസന്തുഷ്ടതയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ദീൻ മനുഷ്യൻ അധ്വാനിച്ച് പരിശ്രമിച്ച് ജീവിതത്തിൽ ഉണ്ടാവില്ല, വെറുതെ ദീൻ ഉണ്ടാവില്ല. ദീൻ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം സഹവാസാണ്. സഹവാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധമന്മാരിൽ ഏറ്റവും അധമന്മാരെന്ന് ആളുകൾ പറഞ്ഞിരുന്ന ആ മക്കക്കാര്, മനുഷ്യത്വം മരവിച്ച് മൃഗീയരായി ജീവിച്ചിരുന്ന ആ മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകകളാക്കി മാറ്റി. സഹാബാക്കളെ പോലെ ലോകത്ത് തുല്യരായ മനുഷ്യരില്ല. അത്ര ക്വാളിറ്റി, അത്ര സിഫാത്തുകൾ അത് സഹാബാക്കളുണ്ടായി. അവർ എഴുതി വായിച്ച് നേടിയതല്ല. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസത്തിൽ, തങ്ങളുടെ സുഹബത്തിൽ കഴിഞ്ഞുകൂടി സന്ദർഭങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. അതിൽ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഉണ്ടാവും തങ്ങളുടെ സദസ്സിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സമയം ചെലവാക്കി തങ്ങളിൽ നിന്ന് സന്ദർഭോചിതമായ അറിവുകൾ കരസ്ഥമാക്കിയ അറിവുകൾ അവരുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠതയോടുകൂടി അവർ കൊണ്ടുവന്നു. അപ്പം അവർ ജീവിച്ച് കാണിച്ചു. കിതാബിൽ എഴുതി കാണിച്ചു തരല്ല ചെയ്തത്, അവർ ജീവിച്ച് കാണിച്ചു. സഹാബാക്കളുടെ ജീവിതം നോക്കിയാൽ മതി. അവർക്കനുസരിച്ച് വിശുദ്ധ ഖുർആൻ അറിഞ്ഞിക്കൊണ്ടേയിരുന്നു. അവർക്കനുസരിച്ച് വിശുദ്ധ ഖുർആൻ അറിഞ്ഞു. അജീബാണ്. അവർക്കനുസരിച്ച് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യന് സമ്പത്ത്, സൗകര്യങ്ങൾ, അവസ്ഥകൾ വർദ്ധിക്കുന്തോറും ഇതേപോലെ നല്ല സഹവാസങ്ങളിൽ നിന്ന് മനുഷ്യൻ അകന്നു പോവും. സ്വാഭാവികമായി ദുർഗുണങ്ങളിൽ അയാൾ വന്നുകൊണ്ടിരിക്കും. ഇതൊരു പൊതുവായ കാര്യമാണ്. ദാരിദ്ര്യം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് മനുഷ്യനെ ഒന്നുകൂടി അല്ലാഹുവിലേക്ക് ചേർത്ത് നിർത്തും. സമ്പൽ സമൃദ്ധമായ അവസ്ഥകൾ മനുഷ്യനെ പലപ്പോഴും അല്ലാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. സഹാബാക്കളുടെ താരീഖിലും ഈ സാധനം കാണാം. സഹാബാക്കളുടെ താരീഖിലും ഇതുണ്ട്. ഉമൈർ ബിൻ സഅദ് എന്ന് പറഞ്ഞൊരു കുട്ടി, 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ്. ആ കുട്ടി മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസത്തിൽ വരും. ആ കുട്ടീന്റെ പ്രത്യേകത എന്തായിരുന്നാണ്, ആ കുട്ടീന്റെ ഉപ്പ മരിച്ചുപോയത്. ദാരിദ്ര്യത്തിൽ വളരുന്ന കുട്ടി, ഭക്ഷണത്തിന് ദാരിദ്ര്യം, എല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യം. ചെറിയ കുട്ടി, 10 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിലെങ്ങനെ കളിച്ചറിയുന്ന കുട്ടിയുണ്ട്. പക്ഷെ നിബന്ധന സാധനങ്ങൾ സഹവാസത്തിൽ വരും. ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കും, എല്ലാം ശ്രദ്ധിച്ച് കാണും. ഇതിനിടയിൽ ആ കുട്ടീൻ്റെ ഉമ്മാനെ
മറ്റൊരാൾ കല്യാണം കഴിച്ചു. ഔസ് ഗോത്രത്തിൽപ്പെട്ട, ഔസും ഖദർജുമാണ് മദീനയിലെ വലിയ 2 ഗോത്രങ്ങൾ. അതിൽ ഔസ് ഗോത്രത്തിൽപ്പെട്ട ജുലാസ് ബിൻ സുവൈ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു. അദ്ദേഹം മദീനയിലെ സമ്പന്നന്മാരിൽ അറിയപ്പെട്ടൊരു സമ്പന്നനാണ്. അദ്ദേഹം പൈസ ഉള്ള കൂട്ടത്തിലൊരാൾ. അദ്ദേഹമാണ് ഉമൈർ ബിൻ സായിദിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത്. അതോടുകൂടി ഉമൈർ ബിൻ സായിദ് റളിയല്ലാഹു അൻഹുവിന് സാമ്പത്തികമായുള്ള പ്രതിസന്ധിക്ക് വരുന്നു. ഇദ്ദേഹം അല്ലാഹു സ്നേഹിക്കുന്ന ആളാണ്. സ്വന്തം മോനെ പോലെ കൂട്ടിപ്പിടിച്ച് കൊണ്ടെടുക്കും. പിന്നെ ചെറിയ കുട്ടിയാണ് 10 വയസ്സായിട്ടുള്ളൂ. ദുനിയാവിന്റെ സുഖങ്ങളും മല്ലലും അലച്ചിലൊക്കെ മാറി നല്ലപോലെ ഭക്ഷണമായി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വഭാവമായിട്ട് കുട്ടികളാണ്. കുട്ടികൾ പിന്നെ ആരും സ്നേഹിക്കാനറിയാം. നമ്മളാണ് എല്ലാം പരിശോധിച്ചിട്ട് സ്നേഹിക്കുക. കുട്ടികൾക്ക് അങ്ങനെ എന്തില്ല, ഒരു പരിശോധനയില്ല. ഒരാൾ കണ്ടാലൊക്കെ എന്ത് ചെയ്യും? ഒരു ഹിന്ദി പറഞ്ഞ കുട്ടി, ഒരു ഇംഗ്ലീഷ് പറഞ്ഞ കുട്ടി, ഒരു മലയാളം പറഞ്ഞ കുട്ടി ഒരു നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ടും പോയത്. ഒരു ഭയങ്കര കമ്പനിയുണ്ട്. അവർക്ക് ഭാഷ പ്രശ്നമില്ല, അവർക്ക് ഓളെ പൈസ പ്രശ്നമില്ല, ആരും പ്രശ്നമില്ല. ഒരു ഭയങ്കര കളിയൊക്കെ കളിക്കുന്നുണ്ടാവും. അത് കുട്ടികളാണ്. അതുകൊണ്ട് ഉമൈർ ബിൻ സായിദ് ഉപ്പാന്റെ കൂട്ടത്തിൽ ഞങ്ങൾ റാത്തായിട്ട് നിബിധന പള്ളി കൊച്ചക്കും പോവും. ഇടയ്ക്ക് ജൂലാസിന്റെ കൂട്ടത്തിൽ അപ്പോഴും പോവും. ഉമ്മക്കും ഭയങ്കര ആശ്വാസമായി, മോനെ നോക്കാൻ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ വളരെ ഒരു റാഹത്തിൽ പോവാണ്. അപ്പൊ ഈ കുട്ടി പള്ളിയിലുണ്ടാവും. കുട്ടിക്ക് സ്കൂളിലൊന്നും പോകാനില്ല, പള്ളിയിലുണ്ടായി. അപ്പൊ നിബിധന ചില ഞങ്ങളിൽ ഹിജ്റ 9 തബൂക്കിലേക്കുള്ള യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടി. തബൂക്ക് ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. കാരണം നിബിധന സ്ഥലങ്ങൾ കൃത്യമായി സ്ഥലം പറഞ്ഞു തബൂക്കിലേക്കാണ് പോകേണ്ടത്. കാരണം നല്ല ശക്തമായ ചൂടാണ്, ഭയങ്കര പ്രതിസന്ധി തരണം ചെയ്തിട്ട് പോകണം. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാക്കിക്കോളി, തയ്യാറാക്കിക്കോളി എന്ന അർത്ഥത്തിലാണ് ക്ലിപ്തമായിട്ട് ആ കാര്യം പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടി അപ്പൊ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഒരുക്കങ്ങളുണ്ടാവും. അപ്പൊ മദീന സജീവമായിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടി ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെ പോകുന്നത് ഞങ്ങളവിടെ ഇരിക്കും. അപ്പൊ ഓരോ ആൾക്കാർ കൊണ്ടുവരുന്ന സമ്പത്തും കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ആ കുട്ടിയല്ലേ ഇത് അന്ന പോലെ മനസ്സിലാക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000-ഓളം സ്വർണ്ണ നാണയങ്ങൾ ഒരു തവണ വന്ന് കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വർണം കൊണ്ടുവന്നത് തോളിൽ വെച്ചു, സഞ്ചി തൂക്കിയിട്ടല്ല, തോളിൽ വെച്ചിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ സമ്പത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ കുട്ടി ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവരെ ഈ കുട്ടിൻ്റെ ഉപ്പ ജൂലാസ് അത്യാവശ്യം നല്ല സമ്പത്തുള്ള ആളാണ്. ഇയാൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. ആർക്ക് നിർബന്ധത്തിന് അതൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ വല്ലാതെ അങ്ങോട്ട് വരലുമില്ല. എവിടെ പോയി ആ നിർബന്ധ സാധനങ്ങളെ സഹവാസത്തിന് വേണ്ടി വല്ലാതെ വരലുമില്ല. കാരണം ദുനിയാവിന്റെ മസാലകൾ, ദുനിയാവിന്റെ ജോലി തിരക്കുകൾ ഇങ്ങനെ അങ്ങോട്ട് പോയതാണ്. ഞാൻ ഇതിനകത്ത് പറയുന്നത് പറഞ്ഞാല് നമുക്കെപ്പോഴും വായിക്കാനുള്ളത് സഹാബാക്കളാണ്. അവരിൽ സംഭവിച്ചത് അതിൻ്റെക്കാൾ എത്രയോ 10 മടങ്ങിൽ ആരും സംഭവിക്കും. കാരണം നമുക്ക് എനർജി കറണ്ട് തരാനുള്ളത് തന്നെ വളരെ വിലയും ഇന്നിക്കളങ്ങളിലാണ് നമുക്ക് കറണ്ട് കിട്ടാണ്ട്. ബാസിലാണെങ്കിൽ പെരും സ്ട്രോങ്ങിലുമാണ്. അപ്പൊ പിന്നെ നമ്മളൊന്നും കഥ എടുക്കാണ്ടാവില്ല. ഇത് നല്ല ഫുൾ നിബിധന സാധനങ്ങൾ സ്ഥലത്തിലോട്ട് പോയി ഇരുന്നാൽ മതി. സംഗതി നിറച്ചിട്ട് എന്ത് ചെയ്യാം പോരാ. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വരവ് ഇതാണ് സാധനം. എന്ത് സാമ്പത്തികമായ അവസ്ഥകളെ തട്ടിപ്പാക്കുക. കച്ചവടം ഉണ്ടാവും, വേറുള്ള കാര്യങ്ങളുണ്ടാവും, അങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര അങ്ങനെയുണ്ടാവും, സ്വാഭാവികം ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ കൊടുത്തു, നിന്റെ വാപ്പ മാത്രം കൊടുത്തില്ല എന്ന് കണ്ടാവും. കുട്ടിയാണെങ്കിൽ പറഞ്ഞൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര വിശ്വാസത്തോടു കൂടി ദൃഢതയോട് കൂടി കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു പറഞ്ഞാൽ വീട്ടിൽ ജൂലാസ് ഉണ്ടാവുമ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു, നിരുതങ്ങ സഹവാസം ഞങ്ങൾ തബൂക്കിലേക്ക് പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇത്ര സ്വർണ്ണനാണയങ്ങൾ കൊടുത്തു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇത്ര കൊടുത്തു, അദ്ദേഹം ഇത്ര കൊടുത്തു, ആൾക്കാരെല്ലാവരും വരുന്നുണ്ട്, അവിടെ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഒരു ബന്ധത്തിൽ കുട്ടിയല്ലേ എങ്ങനെ പറയുന്നത് അത്രത്തുണ്ടാവില്ലല്ലോ. കുട്ടി പറഞ്ഞു, ഇപ്പൊ നിങ്ങളും എന്തെങ്കിലുമൊക്കെ അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ ആ യാത്രക്കും കണ്ടെത്തും കൊടുക്കി എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഈ ജൂലാസ് പറഞ്ഞു, മോനെ
ഈ മുഹമ്മദ് പറഞ്ഞതുപോലൊക്കെ അമൽ ചെയ്യാൻ പിന്നെ നമ്മൾ കഴുതാവുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ കുറച്ചൊന്നും കയറിക്കുന്നു, കേൾക്കാഞ്ഞിട്ടല്ല, ഒന്ന് കയറുന്നു. ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിലേക്കും ജീവിതത്തിൽ ഇറങ്ങി കിട്ടിയില്ലേ നമ്മളൊക്കെ ഇതിനേക്കാളും വലുതും പറയും. കാരണം മനുഷ്യന്റെ ഉള്ളിൽ ദുനിയാവ് വലുതായാൽ ദാരിദ്ര്യത്തിന്റെ പരീക്ഷണത്തിനേക്കാളും വലുതാണ് സമ്പത്തിന്റെ പരീക്ഷണം. നമ്മളാണെങ്കിൽ ചായ മൊത്തം എടുക്കാൻ സമ്പത്തിന്റെ രണ്ടും പരീക്ഷനാണ്. പക്ഷെ നമ്മൾ അധികം സെലക്ട് ചെയ്ത് ഈ പരീക്ഷനാണ്. ഏത് വഴി? സാമ്പത്തിക പുരോഗതിന്റെ പരീക്ഷണത്തിനാണ്. അത് ഭയങ്കര റിസ്ക് കുറിച്ച് പരീക്ഷണമാണ്. മറ്റേതാണ് പട്ടിണി നടക്കുമ്പോഴെങ്കിലും ഒരു ഓർമ്മ. അതുകൊണ്ട് ജൂലാസ് ഈ വസ്തുക്കളെ സ്വരൂപിക്കുന്ന തിരക്കിൽ ഇവിടെ കണക്ഷൻ എന്തായിട്ടുണ്ട്? ബാറ്ററി കുത്തിയേക്കാഞ്ഞാല് എന്താവും? മൊബൈൽ കുത്തിയേക്കാഞ്ഞാൽ കാത്ത് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഓഫാണ്. ഇതേപോലെ ജൂലാസ് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ കഴുതായി ജീവിച്ചാൽ പോലെ. എന്നുവെച്ചാൽ മുമ്പ് കൊടുക്കാൻ പറഞ്ഞിടത്തൊക്കെ പറയും, ഒരു കൊടുക്കാൻ പറഞ്ഞിടത്തൊക്കെ കൊടുക്കുക, നമ്മളിങ്ങനെ നയിച്ചുണ്ടാക്കുക, അതാണ് പറയുന്നത്. നമ്മൾ നയിച്ചുണ്ടാക്കാന്ന് തോന്നിയാൽ തന്നെ പിന്നെ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് വഴി? നിങ്ങളെന്താ പറയാത്തത്? നിങ്ങൾ ഞാൻ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. എനിക്ക് ലാസ്റ്റ് ആലോചിക്കാം. ഇപ്പം തന്നെ ബേജാറായിട്ട് അതൊന്നും തിരിയില്ല. ഈ കുട്ടി ആകെ പ്രശ്നത്തിലായി, പറഞ്ഞു കുടുങ്ങി. ഈ കുട്ടിയാണെങ്കിൽ ഭയങ്കര ദൃഢതയും വിശ്വാസതയുള്ള കുട്ടിയാണ്. ആ കുട്ടി ഒറ്റയ്ക്ക് ഞാൻ ആലോചിച്ചു, എന്ത് വാക്കപ്പം പറഞ്ഞത്. ആദ്യം ഈ തബൂക്കിന്റെ സമയമൊക്കെ ഫുള്ള് മുനാഫിക്കങ്ങളെ വിളയാട്ടത്തിന്റെ സമയമാണ്. തബൂക്ക് പോവാതൊക്കെ ഇരിപ്പുണ്ടാക്കല് കുറേ മൂപ്പർക്ക് എന്താ ഈ ചൂടൊന്നും അറിയില്ലേ. തമ്മിൽ പറയാണ്. ആര് വഴി? മുനാഫിക്കങ്ങൾ. ഒരു സംഗതി സെറ്റാക്കി വരുമ്പോൾ ഈ ആൾക്കാരുടെ പറച്ചിൽ സ്വാധീനം ചെലുത്തൂലേ? ഇലക്ഷനൊക്കെ വരണം, നമുക്കറിയാം. എന്തെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ തലയിലൊക്കെ ചെയ്യും. ഇതേപോലെ ഈ കുട്ടി ആറ് പ്രയാസത്തിലെ എന്താ ചെയ്യാം? കുട്ടി ആലോചിച്ചു, ഇതിപ്പോ ഒരു കുഫറിന്റെ വചനാണ്, മുർത്തതാവാൻ പറ്റുന്ന വാക്കാണ്. വിട്ടാൽ ഒന്ന് മുർത്തതായി പോകും, പിന്നെ നരകത്തിലായി പോകും, മുനാഫിങ്ങളുടെ കൂടെ ആയി പോകും. പിന്നെ ഇസ്ലാമിനോടും അള്ളാഹുവിനോടും അല്ലാതെ റസൂലിനോടും എനിക്ക് കൂറില്ലേ? അത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഇതിനെ ചർച്ച പോലെ ഉണ്ടാവില്ലേ? ഈ കുട്ടി ആലോചിക്കാം. കുട്ടി തിരിച്ചു ആലോചിക്കാണ്, ഞാൻ ഈ സമയത്ത് പറഞ്ഞാൽ ഇത് വെളിവാക്കിയാൽ ഇവിടെ മുനാഫിക്കങ്ങളെ തിരിക്കണ സമയമാണ്. ഇപ്പൊ വാപ്പ മുനാഫിക്കങ്ങളിലായി പോകൂലേ? രണ്ട് ചിന്തകളിൽ കുട്ടീനെ അങ്ങനെ കറക്കി. പിന്നീട് ആ കുട്ടി തീരുമാനം എടുത്തു. വാപ്പനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ശരിയില്ലാത്ത പാട്ട്. ഞാൻ ഇസ്ലാമാവുള്ള റസൂലിനെ കുറിച്ച് എത്ര വയസ്സെന്ന് അറിയണമെങ്കിൽ അങ്ങനെ ഞാൻ ആദ്യം അത് പറഞ്ഞത്. ഏതോ വലിയ മനുഷ്യനൊന്നും ചിന്തിക്കണ്ട. ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അള്ളാഹു റസൂലിനോട് ഞാൻ ചതി ചെയ്തവനാണ് പറഞ്ഞാൽ നിങ്ങൾ മുനാഫിങ്ങളുടെ കൂട്ടത്തിൽ ആക്കും ചെയ്യും. എന്തായാലും പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ പറയും റസൂലുള്ളാഹി സാഹിബിനോട്. പക്ഷെ എന്താ മറുപടി പറയേണ്ടത് നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. ഈ കുട്ടി പോയി നബിതങ്ങൾ സാഹിബിനോട് പറഞ്ഞു, ഇങ്ങനെ പറയും. അപ്പൊ കുട്ടീനോട് നബിതങ്ങൾ എന്നിട്ട് ജൂലാസിനെ വിളിപ്പിച്ചു. ജൂലാസിനെ വിളിച്ച് ജൂലാസ് അടുത്ത് വരും. നബിതങ്ങൾ സാഹിബ് ഇവനിങ്ങനെ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു. ഇത് കുട്ടിയാണ്, കാര്യങ്ങൾ ചെയ്യണം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ ഇവരിങ്ങനെ പറയുന്നത് എന്നല്ല. അതോടുകൂടി പ്രശ്നം വേറെ നിലയിലേക്ക് നീങ്ങി. ഈ കുട്ടി അടുത്തിരിക്കുന്നുണ്ട്. കുട്ടീന്റെ മുഖഭാഗം ചുമന്നു, ആകെ ടെൻഷനായി. ആളുകളുണ്ട് അവിടൊക്കെ. ആളുകൾ പറഞ്ഞു, ഇതന്നെയാണ് ദുനിയാവിന്റെ അവസ്ഥ. പാട്ടിനെ നടക്കുന്നിടത്തുനിന്ന് തിന്നാനൊക്കെ കൊടുത്ത് അല്ലൊരു അലച്ചിലൊക്കെ മാറി. നമ്മുടെ നാട്ടിലെ വാചകരാണെങ്കിൽ വറ്റി എന്ത് ചെയ്യാന് വറ്റി കുത്തുകയാണ് പഴമക്കാർ. ആൾക്കാർ അങ്ങനൊക്കെ പറയുന്നു. അത് കേട്ട കുട്ടി പിന്നെ സങ്കടമായി. അതിൽ വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇല്ല, അവൻ കറക്റ്റ് പള്ളിയിലൊക്കെ വരുന്ന നല്ലൊരു കുട്ടിയെന്നത്, സത്യസന്ധനായ കുട്ടിയാണ്, ഓൻ അങ്ങനെ പറയില്ല. അങ്ങനെ അപ്പൊ എന്തായാലും ഇല്ലല്ലോ. ഈ കുട്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്.
ഇതിന്റെ സത്യാവസ്ഥ നീ തെളിയിക്കണേ, ഇതിന്റെ സത്യാവസ്ഥ നീ തെളിയിക്കണേ എന്ന് പറഞ്ഞു. അതിനിടെ ജൂലാസ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്യാം. എന്ത് പറഞ്ഞു? ഞാൻ സത്യം ചെയ്യാം. ആരോട്? നബിതങ്ങൾ ശാസ്ത്രങ്ങൾ. അങ്ങനെ ജൂലാസ് സത്യം ചെയ്യും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ കേട്ടതിന് കുട്ടിന്റെ കണ്ണും നോക്കായി തീർച്ചു ഓടിച്ചു. ഇനി അടുത്ത സത്യം ചെയ്യേണ്ടി ആരാ? ഈ കുട്ടി സത്യം ചെയ്യാനായപ്പോഴേക്കും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ മയക്കമുണ്ട്. കണ്ണിങ്ങനെ പെങ്ങളെ പോലെ അവർക്ക് മയക്കും. ഞാൻ സലാം കൂട്ടി തിരിഞ്ഞു നോക്കും, ഏകദേശം ആൾക്കാരൊക്കെ എന്താണ്, കാരണം അത്യാത്തോടാൻ കുറച്ച് നേരം പറ്റും. വെറുതെ എന്തിനാ കളിഞ്ഞ ചെറിയ അത്യാത്ത് ഒഴിച്ച് ബാക്കി നല്ല കൗലരുണ്ട്. നബിതങ്ങൾ നല്ലൊരു മയക്കം വരും. അവരെല്ലാവരും ഉണ്ടാതെ, കാരണം ആ മയക്കത്തിന്റെ രീതി കണ്ടാൽ അറിയാം നബിതങ്ങൾക്ക് വഹി വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടാകും. ആ കുട്ടിക്ക് ഭയങ്കര സമാധാനമായി. കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, കുറച്ചുമേ എൻ്റെ കാര്യത്തിൽ നീ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാക്കണേ. ചെറിയ കുട്ടിയാണ്, തീരുമാനങ്ങൾ മയക്കം ഇങ്ങനെ വന്നു. കുറച്ച് നിബിധങ്ങൾ സാഹചര്യം മയക്കത്തിൽ നോക്കണം. നിബിധങ്ങൾ സാഹചര്യങ്ങൾ ഈ ആഴ്ച വിശുദ്ധ ഖുർആന്റെ സൂറത്ത് തൗബയിലാണ് എന്ന് തോന്നുന്നു. ആയത്ത് يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بما لم ينالوا എന്നുള്ള ഈ ആയത്ത് ഇറങ്ങി സൂറത്ത് തൗബയിലെ. യഹ്ലിഫൂന ബില്ലാഹ് മാ ഖാലു, അവർ സത്യം ചെയ്യാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ തൗബ നിങ്ങൾ ഓർക്കുന്നു? ഞാൻ റെഡിയില് ലൈവില് എന്ത് ചെയ്യാണ് ഇറങ്ങണം. ലൈവ് ചാറ്റ് എന്നൊക്കെ അറിയില്ലേ, അതേപോലെ യഹ്ലിഫൂന ബില്ലാഹ്, അവർ അല്ലാഹു സത്യം ചെയ്യാണ്. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു, അവർ പറഞ്ഞിട്ടില്ല എന്ന്. വലഖദ് ഖാലു കലിമത്തൽ കുഫർ, അവർ കുഫറിന്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവസാനം പറയുന്നത് അല്ലാഹു തആല അവർക്ക് ശക്തമായ ശിക്ഷ നൽകുന്നു. അവർ തൗബയാക്കി അവർക്ക് നല്ലതാണ്. പിന്നെ അദാബൻ അലീമ വമാ ലഹും ഫിൽ അർളി മിൻ വലിയ്യിൻ വലാ നസീർ. തൗബയാണെങ്കിൽ അതാണ് അല്ലാഹുവിന്റെ പ്രത്യേകത. അപ്പൊ തന്നെ കൊടുത്തു രണ്ട് എന്ത് ചോയ്സ്. തൗബയാണെങ്കിൽ അതവർക്ക് ഖൈറായി. ഇനി അവർ പിന്തിരിഞ്ഞു പോയി ഇതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ശക്തമായ ശിക്ഷ നൽകും. അവർക്ക് ഭൂമിയിൽ അവരെ സഹായിക്കാനോ അവർക്ക് വലിയായിട്ടോ ഒരാളും ഉണ്ടാവില്ല. ആയത്തിങ്ങനെ അപ്പം തന്നെ ജൂലാസ് പറഞ്ഞു, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. ഇനി വേറെ വർത്താനമില്ല, ഞാൻ തൗബ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, അങ്ങ് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടി, അങ്ങ് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടി. എന്നിട്ട് തന്നെ ശാസ്ത്രം തങ്ങൾ പൊറുക്കലിനെ തേടി. തങ്ങളുടെയും ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടലല്ല. ഒരാളെയും ഒഴിവാക്കാൻ തങ്ങൾക്ക് ഇഷ്ടമില്ല. ഒരാൾ തങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ച്, കാരണം നിബിധന ശാസ്ത്രങ്ങൾ ഈ നരകം കണ്ടതാണ്. അതിലൊരു മനുഷ്യന് താങ്ങാൻ കഴിയൂല, മനുഷ്യന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും താൽക്കാലികമായ ദേഷ്യത്തിന്റെ പേരിൽ നരകത്തികം ചെയ്യാൻ പറ്റില്ല, അതാണ് വിടാൻ പറ്റില്ല. അതുകൊണ്ട് നിബിധന ശാസ്ത്രങ്ങൾ ചേർത്ത് പിടിക്കാനാണ്. അപ്പം തന്നെ ശ്രീ പറയുന്നത് ജൂലാസ് സമ്പത്ത് നൽകി ഈ ചെയ്ത പാതകം പിന്നെ അപകടം മനസ്സിലായി കിട്ടിയാൽ പിന്നെ ചെലവാക്കിയ പ്രശ്നം ഉണ്ടാവില്ല. അതേ സമ്പത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെലവാക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആരെ കാലഘട്ടമാണ്? ആരെ കാലഘട്ടം? നിബിധന ശാസ്ത്രങ്ങളെ കാലാണ്. നിബിധന ശാസ്ത്രങ്ങളെ കാലാണ്. തങ്ങളുടെ സഹവാസത്തിലുള്ള കാലമാണ്. തങ്ങൾ വഫാത്തല്ല, ദുനിയാവിന്റെ വസ്തുക്കളിൽ കുടുങ്ങി പോണതിന്റെ തെളിവാണ്. ലൈവിൽ അയച്ചിറങ്ങാൻ രണ്ടാളും ഇരിക്കുമ്പോൾ, ആൾക്കാരൊക്കെ ഇരിക്കുമ്പോഴാണ് അയച്ചിറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നിബിധന സാധനങ്ങളെ സഹവാസങ്ങൾ വിട്ടിക്കുമ്പോൾ ദുനിയാവ് കയറുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ കഥ. ദുനിയാവിന് കേടുപാടുകൾ കുടുങ്ങുന്നുണ്ടെന്ന് കണ്ടാൽ എന്ത് വാക്കും പറയും മനുഷ്യൻ. ജൂലാസ്
അതിനുശേഷം ഈ കുട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും എന്നിട്ട് ജൂലാസ് പറയുന്നു, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്റെ മോനാണ്. എന്നെ ഞാനും ഈ ദുനിയാവിനോടുള്ള ആർത്തിയും കൊണ്ട് അതിങ്ങനെ പോയി ഇതിന്റെ വലിയൊരു സംഭവം എന്താണെന്നല്ലേ അവർ പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് സഹവാസം കുറയാം, രണ്ട് മുനാഫിക്കങ്ങളുടെ ഡയലോഗ്സ്. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കാരണം ഇവനുള്ളിൽ എന്തില്ല, വിശ്വാസമില്ല. അപ്പൊ ഇത് രണ്ടുപാടെ കേൾക്കുന്നതാവുമ്പോ മുനാഫിക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു രഹസ്യമായി തങ്ങളെ കൂടെ നിൽക്കണമായിരുന്നു എന്നിട്ട് ഉൾട്ട അഭിപ്രായം പറയാം. അങ്ങനെ ഉണ്ടല്ലോ, ആ പാർട്ടിയിലുണ്ടായി. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, തൊരപ്പൻ പരിപാടി എല്ലാ കാലഘട്ടത്തിലും. അതുകൊണ്ട് മുനാഫിക്കുകളെ വാക്കുകൂടി കേട്ടപ്പം മുനാഫിക്കുകളാണ് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കേണ്ട ഓ ഇസ്ലാമിന് പുറത്തല്ലേ. പക്ഷെ അതൊക്കെ ഈ പള്ളിയിലും വരെ കൂടിയുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ എല്ലാവരും വിചാരിക്കേണ്ടത് ആരാളാണ്, നമ്മളാളാണ്, നമ്മുടെ കൂടെ ഉള്ള ആളാണ്. എന്തുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ വാക്കുകൾ കേട്ടു, അത് മാത്തിന്റെ വാക്കുകൾ കേട്ടാൽ ഹൃദയത്തിൽ അറിയാതിന്റെ അതിന്റെ അസറാത്തുകൾ, അതിന്റെ പ്രതിഫലനങ്ങൾ അറിയാതെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വേണ്ടാത്ത കേൾക്കൽ. ഈ നിരീശ്വരവാദി യുക്തിവാദിക്കൊന്നും ബെല്ലുമില്ല, ബ്രേക്കും ഇല്ല, നീതിബോധമില്ല, ഒന്നുമില്ല. ഒന്നും പറയാം, എന്ത് നോണയും പറയാം. അത് നമ്മളിങ്ങനെ മറുപടി എടുക്കാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് കേട്ടാലും നമ്മൾ കൊടുക്കും. കാരണം അതിന്റെ എവിടെയെങ്കിലൊക്കെ വരകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ട് കുറെ കാലം കഴിയുമ്പോഴത്തേനും എന്താവും, വാച്ചിനൊക്കെ സാധാരണ ഗ്ലാസ്സിൽ വരവുണ്ടെന്ന് നമ്മളറിയില്ല. അങ്ങനെ എപ്പോഴെങ്കിലും എടുത്തൊന്ന് ചെരിച്ചിങ്ങനെ നോക്കിയാലേ എന്ത് കാണാം, നോച്ചു വരയ്ക്കും. ഇതെപ്പോഴാണ് വീണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അങ്ങനെ വീണാണ്. ഓരോ പണിയെടുക്കും ആദ്യം ഒരൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ ഈ കുഫ്റിന്റെ, ശിർക്കിന്റെ, നിഫാഖിന്റെ ആളുകളുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന് എന്താക്കുന്നുണ്ട്, അങ്ങനെ വരടുണ്ട്. നിരീശ്വരവാദിന്റെ വാക്കുകൾ ചിലർ ഞാൻ എല്ലാം കേൾക്കും, അതിന് നല്ല എടുക്കുന്നത് ഭയങ്കര ആളുകൾ. ഞാൻ എല്ലാം കേൾക്കും, നിരീശ്വരവാദിന്റെ കേൾക്കും, അവന്റെ കേൾക്കും, ഇതിന്റെ കേൾക്കും. നമ്മൾ പിന്നെ നല്ല എടുത്തോ ഇയാളാരാ, നല്ലത് അത്ര ക്ലാരിറ്റി ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയ അറിവ് എന്താ ഇയാളുണ്ട്. മനസ്സിലായി? നല്ല എടുക്കണമെങ്കിൽ നല്ലതിനെ പറ്റിയത് അത്ര നല്ല എടുക്കാറ് അവരുടെ ബുദ്ധിക്ക് നല്ലത് എന്നുള്ളതാണ് അവൻ എന്ത് ചെയ്യാം. ബുദ്ധിയല്ല ഇസ്ലാമിൽ നല്ലത്, പിന്നെന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ഇസ്ലാമിൽ നല്ലത്. അത് ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചിട്ടില്ല. പക്ഷെ ജൂലാസ് തൗബ ചെയ്തു. കാരണം അത് കുറച്ച് ആദ്യമുള്ളത് തൗബ ചെയ്തു. എന്തെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വലിയ ഇഷ്ടമായി, സമ്പത്ത് ഇസ്ലാമിന് കൊടുക്കാൻ തുടങ്ങി, മകനെ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങി, എന്നെ നരകത്തിന് രക്ഷപ്പെട്ടവരാണ്. അങ്ങനെ വളർന്നു, ചെറിയ കുട്ടി വലുതായി. ഉമർ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ അത്യാവശ്യം വലുതായി. ഉമർ റളിയല്ലാഹു അൻഹു ഹിംസ് പ്രദേശത്തേക്ക് ഗവർണർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിച്ച് കുറേ പരിചരണം നടത്തി ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയത് ഉമൈർ ബിൻ സഅദിനെ, ഈ സഹാബിനെ, ഈ കുട്ടീനെ വലുതായി. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു ഹിംസിലേക്ക് പോകണം, അവിടെ ഗവർണർ കാണുന്നത് പറഞ്ഞു. അദ്ദേഹം കുറെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമാണ് കുറേ സമയം എടുക്കും. കാരണം എല്ലാ ഭാഗവും ടെസ്റ്റിന് അയച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ വൈ അവന്റെ അതും ഇതും ആവശ്യം ചില ആശുപത്രി എത്തിയാലിന്റെ പോലെ ടെസ്റ്റ്. എന്തിനായി കാല് പൊട്ടിയാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച എന്ത് ചെയ്യും ഫുൾ ടെസ്റ്റ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് വിടുള്ളൂ ഗവർണറാക്കിയിട്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാനസിക അവസ്ഥ ഇതാണ്, ഗവർണർ കെട്ടാലും ഞാൻ കെട്ട പോലെ മനസ്സിലായില്ലേ. കാരണം ഞാൻ അധികാരം ഏൽപ്പിച്ച ഒരാളല്ല കക്കണ്, അവനെ കക്കാൻ ഞാൻ അധികാരം ഏൽപ്പിച്ച വാഴികളിൽ ഉണ്ടാവുക എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത. അവൻ നമുക്ക് അത്ര പഠിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ പാസ്സായി കിട്ടാത്താൽ അതൊന്നും വരെ പാസ്സാല. അതുകൊണ്ട് അദ്ദേഹത്തിന് തീരുമാനം പിന്നെ വിടൂലുണ്ട്. അദ്ദേഹം പറയാൻ പറ്റില്ല, ആ പറ്റില്ല പറഞ്ഞേക്കും. അങ്ങനെ ഇഞ്ചി പോയി ഒരു നേരെ പള്ളിയിൽ പോയി എല്ലാവരും കൂട്ടി ഇതെല്ലാവരോടും പറഞ്ഞു, ഞങ്ങളോട് നീതി നടപ്പിലാക്കുന്ന കാലത്തോളം എൻ്റെ കൂടെ നിൽക്കണം. ഇതിന് അദ്ദേഹം പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു വലിയ മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിന്റെ കവാടം നീതിയാണ്. നീതി പോയാൽ ഇസ്ലാം പോകും. അതുകൊണ്ട് നീതിയോടുകൂടി നമ്മൾ വർത്തിക്കണം. നീതിയാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര.
ആരോടും അനീതി കാണിക്കരുത്, വഞ്ചന, ചതി, കബളിപ്പിക്കൽ ഒന്നും പാടില്ല. ഒക്കെ എല്ലാവരും വിളിച്ച് പള്ളിക്കുട്ടിയിൽ ഇദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്, നീതിയിൽ എൻ്റെ കൂടെ കൂടിത്തരണം എന്നൊക്കെ പറഞ്ഞ് അതിന് കുറച്ച് നല്ല ആൾക്കാരെ ഇവരിങ്ങനെ കണ്ടെത്തിയിട്ട് ഈ സക്കാത്തും അതേപോലെ തന്നെ നികുതിയും ബാക്കിയൊക്കെ പിരിക്കാൻ ആളാക്കി അവിടുന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനത്തെ ഉണ്ടാക്കി. അങ്ങനെ വരിക കൊടുത്തത് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും അയച്ചു. കുറച്ച് സമയമായി, ഒരു വർഷം പൂർത്തിയായി. ഒരു റുപ്യ മദീനയിലേക്ക് വന്നിട്ടില്ല. കേന്ദ്ര ടാക്സ് എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. ഒരു റുപ്യ മദീനയിലേക്ക് വന്നില്ല. ഉമറൊക്കെ ഫുള്ള് നോക്കും ചെയ്യും. അദ്ദേഹത്തിനോട് കരുണയുണ്ട്. ഇങ്ങനത്തെ വേറൊരാള് ഇസ്ലാമിക ചരിത്രത്തിനല്ല ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒക്കെ പറഞ്ഞത് ഉമറിന്റെ ഭരണമാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഉമർഖാനെ പഠിക്കാൻ പറ്റാണ് നമുക്ക് വരാൻ കഴിയാത്തത്. ഉമർ അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ഏതിലെ ഭരണത്തിന്റെ കണ്ണിലൂടെ വായിച്ചു നോക്കുമ്പോൾ ക്ലാരിറ്റി ഉള്ള വേറെ ഒരു മനുഷ്യണ്ടാവില്ല. ഇന്നത്തെ കമ്പ്യൂട്ടറും മറ്റേ സുനാമൊക്കെയുള്ള കാലമല്ലല്ലോ. എത്രയേ സ്ഥലത്ത് ഗവർണർമാരുണ്ടാവും. ഓനെന്താ അയച്ചത്, ഇവനെന്താ തന്നത്, ഓനെന്താ തരാത്തത് എന്നൊക്കെ നോക്കാൻ. അങ്ങനെ ആണറിയുമ്പോ വളരെ പണിക്കാർ അങ്ങനെ ഇരിക്കും. ഭയങ്കര സെലക്ഷൻ്റെ ആളെ പോയി. ഒരു ജൂതൻ അങ്ങനെ കണ്ടു ഉമർദിയുള്ളതാണ്. ഓനെ സംസാരിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഉമർദിയുള്ളതിന് ഫിറാസത്തുണ്ട്, അങ്ങനെ ദീർഘദൃഷ്ടിയുണ്ട്. അപ്പൊ ജൂതനോട് സംസാരിച്ചാൽ ഭയങ്കര കണക്കിൻ്റെ ആളാണ്. സെറ്റപ്പിൽ കണക്ക് കൈകാര്യം ചെയ്യാൻ ഉമർദിയുള്ള കൂട്ടുകാർക്ക് പറഞ്ഞ് ചെങ്ങായങ്ങാൻ മുസ്ലിം ആയിരുന്നെങ്കിലും ബൈത്തുൽമാലിന്റെ കണക്ക് ഇവനെ ഏൽപ്പിക്കാമായിരുന്നല്ലോ എന്ന് ഹിദായത്ത് കിട്ടിയിരുന്നെങ്കിൽ. ഉമർദാന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ കഴിവിനെ കണ്ടറിഞ്ഞിട്ട് അല്ലാണ്ട് വെറുതെ ഭരണം ഉണ്ടാവൂല, അതിന്റെ സിസ്റ്റത്തിൽ എത്തൂല. അതും അങ്ങനൊക്കെ ചിന്തിച്ച് ഒരു ഈ ദൂതനെ കണ്ട നമുക്ക് എന്താവുക, ഇതൊക്കെ ഒന്ന് ഇസ്ലാം കിട്ടിയിരുന്നെങ്കിൽ ഇയാളെ അതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നില്ലോ. അങ്ങനെ ഉമർദിയുള്ള കണക്കൊക്കെ നോക്കി മൊബൈൽ നോക്കുമ്പോൾ ഹിംസിന്ന് ഒരു ഉറുപ്പ്യ വന്നിട്ടില്ല. എവിടേക്ക്? ബൈത്തുൽമാലിലേക്ക്. അപ്പം തന്നെ ഉമർദിയാണ് ഉമൈറിന്റെ സാഹചര്യനോട് എത്രയും പെട്ടെന്ന് മദീനയ്ക്ക് വരണം. അതാണ് അതിന്റെ പ്രത്യേകത. കത്തുമായി ഒരാൾ പോയി, കത്ത് കിട്ടി, വായിച്ചു, അവിടുത്തെ കാര്യങ്ങളൊക്കെ തർത്തീബാക്കി ആൾക്കാരെ ഏൽപ്പിച്ചു. ഉമൈറിന്റെ സാഹചര്യം മടങ്ങി മദീനയിൽ. ദിവസങ്ങൾ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ഷീണിച്ച് അവശനായ ഒരാൾ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ നിന്നു. ഉമർ നിങ്ങൾക്ക് എന്ത് പറ്റി, ഭയങ്കര ക്ഷീണമുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ വന്നത് നിർത്തി? അപ്പൊ അതേ പറഞ്ഞ ഞാൻ നടന്നാണ് വന്നത്. എവിടുന്ന്? ഷാമെന്ന് പറയാൻ നമ്മളെ ഈ പലസ്തീന് ജോർദാനൊക്കെ പ്രദേശത്തിന് അവിടെ എല്ലാം അവിടുന്ന് നടന്നാണ് വന്നത്. ഞാൻ എൻ്റെ സാധനങ്ങളും സാമഗ്രികളൊക്കെ കെട്ടി വലിച്ച് ഇവിടെ എത്തിയതിന് ചെറിയൊരു ക്ഷീണമായി പോയതാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് അവരാരും ഒരു വാഹനം തന്നില്ലേ എന്ന് ചോദിച്ചു. ഒരു ഗവർണറായിട്ട് അവരാരും നിങ്ങൾക്ക് ഒരു വാഹനം തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉമർ എന്ന് ഷാജി പറഞ്ഞു, അവർക്ക് വാഹനം തന്നതുമില്ല, ഞാൻ അവരോട് ചോദിച്ചതുമില്ല. ചോദിച്ചിട്ട് തരാത്തതല്ല, ഞാൻ അവരോട് ചോദിച്ചില്ല. ഇവിടുന്ന് കണ്ടറിഞ്ഞിട്ട് എനിക്ക് തന്നതുമില്ല. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അയച്ചു വരാൻ വേണ്ടി. അപ്പൊ ഉമർ ചെന്ന് ചോദിച്ചു, ഉമർ ചിന്തിച്ചു, ഒരു കൊല്ലായിട്ട് ഇങ്ങോട്ടൊന്നും അയച്ചിട്ടില്ല, നമ്മൾ അത്യാവശ്യം എന്തുണ്ടാവും, നികുതി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും, ആ ഭാരം ചുമന്ന് വന്നാണ്, നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നു ചോദിച്ചു. ഉമർ തന്നെ ഈ അർത്ഥത്തിൽ വെച്ചിരിക്കും, നിങ്ങൾ എന്തൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉളു എടുക്കണേ ലോട്ട പാത്രം, എനിക്ക് നിസ്കരിക്കാനുണ്ട് എൻ്റെ മുസല്ല പോലത്തത്, പിന്നെ എനിക്ക് വെള്ളം കുടിക്കാനുള്ള പാത്രം, അങ്ങനെ ഒരു 5-6 സാധനങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആ സാധനങ്ങൾ, അതാണ് നമുക്ക് ഇല്ല ദുനിയാവൊക്കെ പാടെ കെട്ടിവെച്ചതാണ്. ഇതിൻ്റെ ആകെ ദുനിയാവാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം തന്നെ ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ എഴുതുന്ന ആളോട് പറഞ്ഞു, വീണ്ടും ഉമൈറിനെ ഹിംസിലേക്ക് ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇത് ഒരു വർഷങ്ങളൊന്നും വരാഞ്ഞിട്ട് പൈസ കയ്യിലൊക്കെ അവല അടിച്ചു പോകണ്ടോ എന്നുള്ളതാണ് ഇത് ഓഡിറ്റിങ് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് വളരെ പെർഫെക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത് ഒപ്പിട്ടു ഇദ്ദേഹം വീണ്ടും ഇസ്രയേലിലെ ഗവർണറായിട്ട്. അപ്പൊ അദ്ദേഹം കേൾപ്പിച്ചു, ഇനി നിങ്ങൾ വിടരുത്, ഇനി ഒരിക്കലും നിങ്ങൾ വിടരുത്. അദ്ദേഹം ഇത്രത്തോളം പറഞ്ഞു, അങ്ങൾക്കും അങ്ങയുടെ പിൻഗാമികൾക്കും
ഒരു ഗവർണർ പണിയെടുക്കാൻ ഞാനില്ല. നിങ്ങൾക്ക് മാത്രമല്ല, ഇനി നിങ്ങളെ പിൻഗാമിക്കും ഞാനൊരു ഗവർണർ പണിയെടുക്കാൻ ഞാനില്ല. ഒരു സഹിച്ചു ആയിക്കോട്ടെ എന്ന് പറയുന്നു. കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കുടിക്കട്ടോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ മദീനന്റെ വെളിയിൽ താമസിക്കാൻ വിചാരിക്കും. പട്ടണത്തിന്റെ കുറച്ച് വെളിയിൽ പോയിട്ട് ഗ്രാമപ്രദേശങ്ങളുണ്ടാവില്ല, അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ വിചാരിക്കും. എനിക്ക് അനുവാദം നൽകിയാലും അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. അദ്ദേഹം പോയി വെളിയിൽ പോയി ഒരു ചെറിയ കുടിലുണ്ടാക്കി അവിടെ താമസിച്ചു. ഇനിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് നമ്മൾ ഇനി ഒരു ഭരണാധികാരിയായിട്ട് ഇരിക്കുന്നതൊന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മളൊക്കെ ഭരിക്കുന്ന പല പ്രദേശങ്ങളും മേഖലകളും കച്ചവടത്തിന്റെ MD ആയിരിക്കും, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ മേഖലകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടായിരിക്കും. ഇങ്ങനെ തുടങ്ങിയ ഇതൊക്കെ നമ്മൾ ഭരണമായി മനസ്സിലാക്കിയതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് വിട്ടത് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു മൊത്തത്തിൽ വിട്ടതല്ല. തൽക്കാലം പോയി നടന്നിട്ട് ഒന്ന് ക്ഷീണിച്ചൊക്കെ ഇതല്ലേ, കുറച്ചവിടെ പോയി നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉമൈർ ബിൻ സഅദിനെ ഗ്രാമത്തിൽ ജീവിക്കാൻ വിട്ടു. അതേ ഗ്രാമത്തിൽ പോയി ജീവിച്ചു തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസ്തനായ ഒരാളുണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ. ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വിളിച്ചു. ഈ 100 കൂട്ടം ഗവർണർമാരും പണിയൊക്കെ ഉള്ളതിന്റെ ഇടയിൽ ഉമർ ബിന്നാൻ ഇതൊന്നും എന്ത് ചെയ്യില്ല, മറക്കില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഹാരിസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ജോലിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, 100 സ്വർണ്ണ നാണയം കൊടുത്തു, ഒരു കിഴി. എന്നിട്ട് പറഞ്ഞു, ഇന്ന പ്രദേശത്ത് ഉമൈർ ബിൻ സഅദ് താമസിക്കുന്നുണ്ട്, നീ അവിടെ പോകണം, അയാൾ അതിഥിയായിട്ട് നിൽക്കണം, എന്നിട്ട് അയാളുടെ അവസ്ഥകൾ പഠിക്കണം. അയാൾ സമ്പൽ സമൃദ്ധമായ അവസ്ഥയിലാണെങ്കിൽ ഈ സാധനം തിരിച്ചു കൊണ്ടുവരണം, അഥവാ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലാണെങ്കിൽ ഈ കിഴി അദ്ദേഹത്തിന് കൊടുക്കണം. കാലിലേക്ക് ഒരു ഭരണവും പഴയ കത്തും പുത്തും ഒക്കെ വരുന്നതിന്റെ ഇടയിലാണ് ഇതിപ്പോ ഇടപാട് കഴിഞ്ഞതല്ലേ, ഇതാണ് വിതാംസല്ലേ. പക്ഷെ ഉമർ ബിൻ അങ്ങനെ വിട്ടില്ല. രണ്ടവസ്ഥയെ നമ്മുടെ ശ്രദ്ധിച്ചു. ഒന്ന്, സമ്പൽ സമൃദ്ധമായ അവസ്ഥയാണെങ്കിൽ മൂപ്പർ മിക്കവാറും എന്ത് ചെയ്തിട്ടുണ്ടാവും, മൂപ്പർക്ക് അറിയല്ലോ. ഇനിയിപ്പം മന്ത്രിപദം കഴിഞ്ഞാൽ 5 കൊല്ലം വെറുതെ കണ്ടിരുന്നു. അപ്പൊ അത്യാവശ്യം എന്ത് ചെയ്യേണ്ടി വരും, എവിടെയെങ്കിലുമൊക്കെ കൊളത്തിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അന്നക്കടിച്ച് മര്യാദയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം കൊണ്ട് അവിടെ എവിടെയെങ്കിലും കൊളത്തു. ഇതേപോലെ മൂപ്പര് നേരെ ഹിൽസിന്ന് മൂപ്പര് ഈ ഗ്രാമത്തിലൊക്കെ പോയി താമസിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ വിട്ടണോ. ഞാൻ വെറും നമ്മളമായി ഒരു സംശയം മാത്രമല്ല, 100 സ്വർണ്ണ നാണയം കയ്യിൽ കൊടുത്തിട്ടാണ് സംശയത്തിന്റെ വകുപ്പ് പറയുന്നത്. അതോ ദാരിദ്ര്യമാണെങ്കിൽ ഇത് കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ ഈ സാധി പോയി ഹാരിസ് അവിടെ പോയി ഇദ്ദേഹത്തിനോട് സംസാരിച്ചു. ഞാനിങ്ങനെ മദീനയിൽ വരികയാണ്, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് 2-3 ദിവസം കൂടെ നിൽക്കാൻ പറ്റും, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ ചോദിക്കുകയാണ്, എന്താണ് മദീനന്റെ അവസ്ഥ, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ്, ഏതാണ് അവസ്ഥ? പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ആരോഗ്യവാനാണ്, കുഴപ്പമില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഉമർ നീതിയൊക്കെ നടപ്പിലാക്കില്ലേ എന്ന്. നിങ്ങൾ മനസ്സിലേണ്ടത്, ഉമർ നീതിയൊക്കെ നടപ്പിലാക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഹാരിസ് പറഞ്ഞു, അദ്ദേഹം നീതി നടപ്പിലാക്കി, അദ്ദേഹത്തിന്റെ ഒരു മകൻ എന്തോ ഒരു പ്രശ്നത്താക്കി, അങ്ങനെ അദ്ദേഹത്തിന് ഹജ്ജ് നടപ്പിലാക്കി, അതിൻ്റെ ഇടയിൽ മരിച്ചു. ആരമകൻ എന്നുവെച്ചാൽ നീതിക്ക് യാതൊരു കുറവുമില്ല, മകനിപ്പം മരിച്ചില്ലല്ലോ, നീതി നടപ്പിലാക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉമറിന് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. രാത്രി എന്നും ഈ ഹാരിസിന് ഒരു റൊട്ടി പോയി ഈ വീട്ടിൽ. ആകെയുള്ള ഫുഡ് എന്താണ്, രാത്രി ഒരു റൊട്ടി. അദ്ദേഹം തിന്നിട്ട് അവിടെ കിടക്കും. അമീറിന്റെ പണിയാണ്. 3 ദിവസം താമസിച്ചില്ല. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അയൽവാസി ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഏതോ യാത്രക്കാരൻ എന്തോ ആവശ്യത്തിന് വന്നതാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടു, നിങ്ങൾക്ക് ഇനി കുറേ ദിവസം ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ ഇദ്ദേഹം വളരെ പ്രയാസത്തിലുള്ളത്. ഇവരെ വീട്ടിൽ ആകെ ഒരു റൊട്ടി ഉണ്ടായിരുന്നു, ആകെ ഒരു റൊട്ടി. അതിപ്പോ നിങ്ങൾക്ക് 3 ദിവസമായി നിന്നിട്ട് ഇവർ പട്ടിണിയിലാണുള്ളത്. നിങ്ങൾക്ക് ഈ കൂടുതൽ ദിവസം താമസിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പൊ തീരുമാനം. ഇത് പൂർണ്ണമായും സത്യത്തിലാണുള്ളത്, ദാരിദ്ര്യത്തിലാണുള്ളത്. അവിടെ പറയല്ലേ, ഞാൻ പോവാണെന്നത് പറഞ്ഞു. ഈ ഗ്യാപ്പിന് ഉമൈർ ബിൻ സഅദിന് 100 സ്വർണ്ണ നാണയത്തിന്റെ കിഴി കൊടുത്തു.
പക്ഷേ ഇതിവിടെ വേണ്ട, എനിക്ക് ഇതിൽ പരിപാടി അറിയില്ല, എനിക്ക് വേണ്ട, ഇയാള് അവിടെ വെക്കാനും സമ്മതിക്കില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ സംസാരം വേണ്ടെന്ന് പറയുന്നത് കേട്ട് നോക്കുമ്പോൾ സ്വർണ്ണനാണയം. അപ്പൊ ഭാര്യ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാങ്ങിക്കോളി, ആർക്കെങ്കിലും കൊടുക്കല്ലോ, അമീലുമിനിയും കൊടുത്തയച്ചതല്ലേ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. ആ ഗ്യാപ്പില് ആർക്ക് അവിടെ ചുറ്റുമൂപ്പർ പോയി. അപ്പം തന്നെ ആ ഇഷ്ടത്തിൽ തന്നെ ഭാര്യനോട് തുണി ഉണ്ടെന്ന് പറഞ്ഞു, ചെറുതായി കീറി അതിലിങ്ങനെ സ്വർണ്ണനാണയങ്ങളാക്കി എല്ലാ സ്ഥലത്തും കൊടുത്ത് ഒറ്റ സ്വർണ്ണനാണയം ബാക്കിയാക്കാതെ ആക്കിയിട്ടാണ് അദ്ദേഹം ഉറങ്ങിയത്. അങ്ങനെ അത് കഴിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി മുഴുവൻ സംഭവം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അയാളെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു ഉറുപ്പ്യ കഴിഞ്ഞ അയാള് ഉപയോഗിക്കാൻ സാധ്യതയില്ല, പറ്റ പരിതാപകരാണ് ഈ സംഭവമൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ പറയും, നമ്മളാണ് അവർക്ക് 100 സ്വർണ്ണനാണയം കൊടുത്താൽ ഓൻ വേണ്ടെങ്കിൽ എന്താക്കാനാ, അങ്ങനെ ജീവിച്ചോട്ടെ. ഈ ആളങ്ങനത്തെ ആളല്ല. ഉമർ റളിയല്ലാഹു ഉടനെ എഴുതി ഉമൈർ ഇബ്നു സഅദിനോട് ഇങ്ങോട്ട് വരാനും. പെട്ടെന്ന് ഉമൈർ ഇബ്നു സഅദ് എത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീക്ക് ഞാൻ സ്വർണ്ണനാണയം കൊടുത്തയച്ചില്ല, എന്താക്കി? അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ എനിക്ക് തന്നതല്ലേ ഇന്നും ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അതെ എനിക്ക് തന്നതായിരുന്നു, എനിക്ക് തന്നതിന് മുതൽ ഞാൻ എന്താക്കി എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നതല്ല, എന്റേതല്ലേ, ഇനിയിപ്പോ എന്താ കാട്ടിയെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അന്റെ വേല കൈ വെച്ചേക്ക്, അതൊന്നും വേണ്ട, നീ പറ നീ എന്താ ചെയ്തത് പറ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സമ്പത്തും സന്താനങ്ങളും പ്രയോജനം ചെയ്യാത്ത ദിവസത്തേക്ക് ഞാൻ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. മറുപടി അതാണ്. എന്താണ് മറുപടി? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളും സമ്പത്തും പ്രയോജനം ചെയ്യാത്ത ദിവസത്തേക്ക് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കഥയ്ക്ക് കേൾക്കെങ്കിൽ ഇതിന്റെ ഓരോ സാധനവും നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾക്ക് അന്നത്തെ ഒരു ദിവസം വരാണ്ട് എന്നുള്ള ബോധം കൂടിയില്ല. നമ്മളെ തന്നെ വിചാരിച്ചാൽ മരിച്ചു എല്ലാവരും മനുഷ്യരെ വരും. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമ്മളങ്ങോട്ട് പോയിക്കോളിയാകും, നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി സ്വർഗത്തിലാവും. പിന്നെ ഉള്ളിൽ അതാപ്പോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മത്സരന്റെ കടുപ്പോ അതിന്റെ വിചാരന്റെ ഗതികളൊന്നും നമുക്കറിയില്ല. നമ്മൾ അതീതും വായിക്കില്ല, ആയിട്ടും ഓതില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സന്താനങ്ങളും സമ്പത്തും പ്രയോജനം ചെയ്യാത്ത ദിവസത്തേക്ക് വേണ്ടി ഞാൻ അതിനെ മാറ്റി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതിൽ നിന്നും അപ്പത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ഒട്ടകം നിറച്ച് സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. ബൈത്തുൽ മാലിൽ ഭക്ഷണത്തിന്റെ 2 ജോഡി വസ്ത്രം എടുക്കാൻ പറഞ്ഞു. ഉമർ അത് കൊണ്ടുപോകും. ഉമൈർ ഇബ്നു സഅദിനോട് പറഞ്ഞു, എന്താ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ പോയിക്കൂടിയാണ്. അപ്പൊ ഉമൈർ പറഞ്ഞു, വേണ്ട, സാധനങ്ങളൊന്നും വേണ്ട, അത് അവിടെ വീട്ടിലുണ്ട്, കുറച്ച് ഗോതമ്പ് അവിടെ ഉണ്ട്, അത് കഴിയുമ്പോഴേക്കും വേറെ എന്തെങ്കിലും വഴികൾ തുറക്കും, അതുകൊണ്ട് ഭക്ഷണം വേണ്ട, ഈ വസ്ത്രം ഞാൻ എടുക്കാം. എടുക്കാന്ന് പറയുന്നത് സാധനം ഉണ്ടാവും, ഞാൻ്റെ വസ്ത്രം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യന്റെ വസ്ത്രം മുരിഞ്ഞ് തീരാറായിട്ട് നിസ്കരിക്കാൻ ഇപ്പം ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഓളെ നിസ്കരിക്കുന്നത്, അതുകൊണ്ട് ഈ വസ്ത്രം ഞാൻ എടുക്കാം. അങ്ങനെ വസ്ത്രം എടുത്തിട്ട് കൊടുക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തായി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു കുറേ കരഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിന് ആവശ്യമുള്ള ആൾക്കാർ ഓരായിരുന്നു, ഓരോരുത്തരൊക്കെ അള്ളാഹുവിലേക്ക് യാത്ര. വലിയൊരു അധികാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്നാലും നമ്മൾ മനസ്സിലാക്കിയിട്ട് വലിയൊരവസ്ഥ. സഹവാസം എന്ന് പറഞ്ഞ എത്ര വലിയ കാര്യമാണ്. ചെറുപ്പത്തിൽ വെല്ലുന്ന ദാസങ്ങളോടുള്ള സഹവാസത്താണ് ഈ സത്യസന്ധതയും ഈ ദുനിയാവിനോടുള്ള വിരക്തിയും ഈ സ്ഥാനങ്ങളൊക്കെ അയച്ച് ജീവിക്കണം. ഓരോ മുന്നിലുള്ള വലിയ കാര്യം, ഒരു കടമ്പ കടക്കാനുണ്ടെങ്കിൽ അവിടെ ഹിസാബിൽ ഇത് കുടുങ്ങാൻ പാടില്ല, അവിടെ സാധാരണ സ്നേഹം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇന്ന് രാവിലെ ദുനിയാവിന്റെ മേഖല കൂടുന്നു, നമ്മൾക്ക് ആരോട് സാവാസവും ഇല്ല, നമ്മൾ കേൾക്കുന്നൊക്കെ വേണ്ടാത്ത വാർത്തകളാണ്. അങ്ങനെ അതിൽ പോയി കുടുങ്ങാണ്, അതിൽ പോയി മനുഷ്യന്മാർ കുടുങ്ങാണ്. ഫോട്ടോ എടുക്കൽ കുറ്റാണ്, പാടില്ല, എടുക്കൂല എന്ന് പറഞ്ഞ ആൾക്കാർ ദുനിയാവിൽ ഏതെങ്കിലും ഒരു അവസ്ഥകളൊക്കെ വന്ന് അതിനു വേണ്ടി നിങ്ങളെ ബ്രാൻഡ് ഒന്ന് എന്ത് ചെയ്യാനാണ്, ഒന്ന് ഇതാക്കാനാണ്, നിങ്ങൾ നിൽക്കുക, നമ്മൾ നിന്ന് കൊടുക്കുക. ചതിയിൽ പോയി കുടുങ്ങാണ്.
ഇത് തിന്നൊരല്ലുണ്ട് ഓൻ ബ്രാൻഡ് ഉഷാറാക്കുള്ളൂ. ഞാൻ ഇവിടെ ബ്രാൻഡ് ഉഷാറാക്കാൻ വന്നതല്ല, ഞാൻ ആഖിറത്തിലേക്ക് ഒരുങ്ങാൻ വന്നതാണ്. ഈ ചിന്ത നമ്മുടെ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കെണിയിൽ കൊടുക്കും. കാരണം ഈ കെണി അങ്ങനെ നെറ്റ് എന്നാണ് അതിൻ്റെ പേര് അല്ലേ. നെറ്റ് തീർന്നു പോയി എന്നൊക്കെ എന്ന് പറഞ്ഞു. നെറ്റ് പറഞ്ഞ വല എന്നാണ് അല്ലേ, എന്നുള്ള ഇംഗ്ലീഷിൽ അല്ലേ. ലോയി എന്ന വല എന്നല്ലേ അല്ലേ. ഒരു വലയാണ് ചെയ്ത്താൻ്റെ. ആ വലയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നെറ്റ്വർക്ക് വലന്റെ പണി. അങ്ങനെ വല ഉണ്ടാക്കി ഇങ്ങനെ ലോക്കാക്കണം നമ്മളെല്ലാവരും ഇതൊക്കെ. കാരണം ദുനിയാവിനോടുള്ള ആർത്തി, ബ്രാൻഡ് ഉണ്ടാക്കല്, വസ്തുക്കൾ ഉണ്ടാക്കല്. നിങ്ങൾ ഉമേറുബിന് സാഹചര്യം മറക്കരുത്. ദാരിദ്ര്യത്തിൽ വന്നു, സമ്പൽ സമൃദ്ധമായ അവസ്ഥ വന്നു, പിന്നെയും അദ്ദേഹത്തിന്റെ അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് നാളെ കാണണം. ആരെ? ഈ ഉമേറുബിന് സാഹചര്യം കാണാൻ പോയില്ലെങ്കിൽ ഉമർ കളിക്കുന്നത് ഉമർ റളിയല്ലാഹുവിനോടാണ്. ഉമർ റളിയല്ലാഹുവിനെ കീറി ഉപ്പാൽ തുന്നുന്ന ആളാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ ഒരു സഹാബി വീട്ടിൽ എന്തോ ആവശ്യത്തിന് കാണാൻ വന്നു. അമീറുൽ മുഅ്മിനീനാണ്. കാണാൻ വന്നപ്പോൾ നമ്മളെ ഇവിടുത്തെ രാജാക്കന്മാരെ മൈലല്ല. ആരുമായി ഇവിടുത്തെ രാജാക്കന്മാരെ എവിടെ നിൽക്കാന്നൊന്നും അറിയില്ല, എപ്പോഴൊക്കെ ഇല്ലാന്ന് അറിയുന്ന വീടിലുണ്ട്. അവിടുത്തെ രാജാക്കന്മാർ അമീറുൽ മുഅ്മിനീന്മാർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ എന്നാ പോയി ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അതേപോലെ ഭക്ഷണം വേണ്ടെന്നാണ് ഉമർ പറഞ്ഞ കത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ റൊട്ടിക്കഷ്ണം തിന്നപ്പോൾ വായിൽ തിന്നാൻ കഴിയില്ല. ആർക്ക് വഴി തിന്നാൻ കഴിയില്ല. ഇതിൽ ഉമി വന്നിട്ടില്ല, ഉമി കടിക്കണ്ടല്ലോ, എന്താ ഉമി കളഞ്ഞ് റൊട്ടി ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഉമർ ഉടനെ ചോദിച്ച മറുപടി, ഈ നാട്ടിലെല്ലാവർക്കും ഉമി കളഞ്ഞ റൊട്ടി തിന്നാൻ പറ്റുമോ? പിന്നെ ഉമർ മാത്രം ഉമി കളഞ്ഞ റൊട്ടി തിന്നാൽ അള്ളാന്റെ അടുത്ത് പോയി ഞാൻ എന്താ പറയാന്ന്. ഒരു തണുപ്പുള്ള സമയത്ത് തണുപ്പിൽ നിൽക്കുന്നുണ്ട് ഒപ്പിടാതെ. ആരോ ചോദിച്ചു പറഞ്ഞു, എല്ലാവർക്കും ഒപ്പിടാൻ കഴിയില്ലല്ലോ, ഉമർ പുതക്കാതെങ്കിലും ഓരോ കൂടെ നിൽക്കട്ടെ. അദ്ദേഹമാണ് ഇയാളെ എന്ത് ചെയ്യുന്നത്, ഉമേരുവിന് കാര്യമെന്ന് കൊടുക്കുന്നതും ദാനം നിർബന്ധിക്കുന്നതൊക്കെ. നിങ്ങൾ ഇനി ഓരോ സഹാബാക്കളും പഠിച്ചു. നമ്മൾ ആകെ കേൾക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ സെറ്റപ്പ് ഇങ്ങനെ പറഞ്ഞത് ചിലർ ദുആക്കലാണ് അങ്ങനെ മനസ്സിലായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുത്ത മാതിരി എനിക്ക് കാറൂണ് കൊടുത്ത മാതിരി ചോദിച്ചാൽ പേടിയായിട്ടാണ്. ആഗ്രഹം അതാണ്. ഏത് വഴി കാറൂണ് കിട്ടും അവരെ ചോദിച്ചാൽ പറ്റില്ലല്ലോ. അപ്പൊ ചോദിക്കലേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുത്ത മാതിരി ഇനി പൈസക്കാരനാക്കണ കൊടുത്തത്. അത് ദ്വാരക്കുന്ന ആൾക്കാരുണ്ട്. എന്നോടൊരാൾ ഞങ്ങളെ ആടപ്പെട്ട ഒരാളിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ദ്വാരക്കില്ല, ഞാൻ അന്തം പറഞ്ഞു. കാരണം ഇതൊക്കെ വന്നാലെന്താകുക, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പോയിട്ട് കാറൂണിൽ വെല്ലു ആരും നമ്മളൊക്കെ. കാരണം നമുക്ക് തെർബിയത്ത് കിട്ടിയിട്ടില്ല. തെർബിയത്തും ഇല്ലാതെ ഈ സാധനം വന്നാൽ എന്താകുക? അതുകൊണ്ട് ഈ പരീക്ഷനാണ് സമ്പത്ത്, ദാരിദ്ര്യം പരീക്ഷനാണ്. കുറച്ചും കൂടി സേഫ് ഏതാണ്? അതിലേക്ക് ദാരിദ്ര്യം ചോദിക്കുന്നു വേണ്ട, ചെറുക്കിലെത്തി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചുമ്മാ അതിൽ നടന്ന് കണ്ട ന്യൂസും ചാനലും പാർട്ടിയായിട്ട് പോയാലും എവിടെ എത്തുന്നതെന്നൊന്നും അറിയില്ല. മരിക്കാൻ നേരമാണ് സഹാബാക്കളിൽ ഇങ്ങനെ പോയാൽ ഇല്ലെങ്കിൽ ഇപ്പൊ ഉമേറുബിൻ സാദിനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്താ സങ്കടം ഉണ്ടാകാം എന്ന് പറയുന്നത്? ഒരു സങ്കടം ഉള്ളത് മതിയല്ലോ. നമ്മൾ ആരോ ബോധിപ്പിക്കാനാണ് അധികം ഉണ്ടാക്കുന്നത്. പെരണ്ടാക്കുന്ന ആൾക്കാർ മോൻക്ക് വേണ്ടിയിട്ടല്ല. വലിയ പെരണ്ടായാലേ മോക്ക് നല്ല കല്യാണം വരുള്ളൂ, മോന് നല്ല കല്യാണം വരുള്ളൂ. ചില കല്യാണം കണ്ടിട്ട് വലിയ പട്ടി പോകാം കാലത്തേക്കാണെങ്കിൽ. കാരണം ഇങ്ങനെ കല്യാണം അല്ലാതെ നടക്കുന്നു. അയാളെ ചില വണ്ടി അയാളെ ഇപ്പം അതാണ് മറ്റേതാണ്. അതിനൊക്കെ എന്ന് വെച്ചാൽ ഒന്നും ഒരു അഡ്രസ്സും ഇല്ലെന്ന്. ഇതിന്റെ ഒരു പച്ചുണ്ട്, അതിൽ കിട്ടുന്നതൊക്കെ മതി എന്ന് ചിന്തിച്ചാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്നാൽ സഹാബാക്കളെ പറ്റി നിങ്ങൾ ആലോചിക്കും, സഹാബാക്കളെ പറ്റി നിങ്ങൾ പഠിക്കും. അത് പഠിച്ചപ്പോഴും ടോപ്പും മുതലാളിമാരാണ് ആരുമായി. നമ്മൾ ഏത് സാധനം എടുത്താലും പോലും നമ്മളെക്കാളും എന്താണ് നമുക്ക് ദുനിയാവിൽ പ്രവേശമില്ല. കാരണം ഒരു പറഞ്ഞ വാക്കന്നെ എന്താണ്, എന്ത് ചെയ്ത് കാട്ടിയാൽ നമ്മൾ ഞാൻ പാവങ്ങളുണ്ട് ഇവിടെ അടുത്ത്
മറ്റൊടുത്ത് അവിടെ കുറെ വേറെ ആൾക്കാരുണ്ട്, അങ്ങനെ ഓരൊക്കെ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കിയെന്നാൽ നമ്മൾ പറയാം. ഉമ്മേരിപ്പിന് സാധനം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മർമ്മത്തിന് എന്താ പറഞ്ഞത്? നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സാധനമാണത്. സമ്പത്തും സന്താനങ്ങളും പ്രയോജനം ചെയ്യാത്ത ദിവസത്തേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കുറെ പൈസ ഉണ്ടാക്കുന്നത് കൊടുക്കാം. 100 ഉറുപ്പ്യ ഉള്ളവന് 10 ഉറുപ്പ്യ കൊടുക്കാം. ഞങ്ങളുടെ പൈസ ഉണ്ടായിട്ട് കൊടുക്കാൻ ആരും ചെയ്യണ്ട. നമ്മൾ ദാരിദ്ര്യം തീർന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഇദ്ദേഹത്തിന് എത്ര ദാരിദ്ര്യം നിങ്ങൾ പറയും? ഭാര്യന്റെ വസ്ത്രം നൊരുക്കി പോയിട്ടുണ്ട്. എന്നാ 500 തവണ എടുത്തിട്ട് ഒരു വസ്ത്രം വാങ്ങാൻ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് സമ്പന്നനായി ചെലവാക്കാൻ കഴിയുന്ന ആരും വിചാരിക്കണ്ട. എല്ലാ അവസ്ഥയും എന്തെങ്കിലുമൊക്കെ ചെലവാക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. സമ്പത്തും സന്താനങ്ങളും പ്രയോജനം ചെയ്യാത്ത ദിവസത്തെ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു ഇടയൻ മലഞ്ചെരുവിൽ ആടിനെ ചോദിച്ചപ്പം ആട് തരൂല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനെ കാണില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. പൊട്ടൽ വേദനയ്ക്ക് എന്താ നോമ്പ് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ മറുപടി പറഞ്ഞത്? അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ അയ്യാമുൽ ഖാലിയക്ക് വേണ്ടി ഒരുങ്ങാണ്. അയ്യാമുൽ ഖാലിയ എന്നാണ് മഹ്ശറക്ക് വേണ്ടി. അപ്പോൾ ഓരോ പണിയെടുക്കും. നമ്മളുടെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആക്കിയേക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തേക്കുക. ഒക്കെ കുറെ മുന്നേ മല്ലിമൂളൊക്കെ റമദാൻ വരുന്നതിൽ പൊടിച്ചേക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരുങ്ങലുണ്ടല്ലോ ഓരോ കാര്യത്തിന്. ഓരോ കാര്യത്തിന് നമ്മൾ ഒരുങ്ങല്ലോ. ഇതേപോലെ ഇതിനെ വലിയൊരു ഒരു ഡേറ്റ് വെച്ച് നിൽക്കുകയാണ്. ഏതിനെ വഴി? മഹ്ശറന്. അപ്പൊ അതിലേക്ക് മാക്സിമം എന്ത് ചെയ്യാന്? ചെലവാക്കാൻ, മാക്സിമം ഒരുങ്ങാണ്. ആവശ്യമില്ല. ചിലപ്പോൾ വെളിച്ചെണ്ണൊക്കെ കാണണോ, ചില പറയും ആ വെളിച്ചെണ്ണ തോന്നുന്നു കേട്ടോ, അത് നമുക്ക് ഇപ്പൊ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിങ്ങൾ ഒപ്പിച്ച് പോയിക്കോടി എന്നാ പറയും. കാരണം അവിടത്തേക്ക് മാറ്റിയേക്കാണ്. ഇതേപോലെ നമ്മളും അയ്യാമുൽ ഖാലിയയിലേക്ക് എന്നൊക്കെ പറഞ്ഞ ആ ദിവസത്തേക്ക് മാറ്റിയേക്കണം. അവിടേക്ക് ഒരുങ്ങണം. 2-3 കാര്യങ്ങൾ ഇതിനുള്ളിൽ നിങ്ങൾ വലിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊന്നും മനസ്സിലാക്കാം. ഒന്ന്, സഹവാസം പോയാൽ ആൾക്ക് വരും. ഇടക്കിടക്ക് ദുനിയാവിന്റെ ചവിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ദുനിയാവിന്റെ മഹത്വം പറഞ്ഞാൽ കൂടെ നിന്നാൽ പിന്നെ അതുണ്ടാകുക. ദുനിയാവിനെങ്ങനെ മേടുന്ന ആൾക്കാരുണ്ടാവും, അതിങ്ങനെ കേട്ടുകൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആവുള്ളൂ. 2, മജാലിസ് സുലഹ, നല്ല മനുഷ്യരുടെ സഹവാസത്തിൽ നിന്ന് ദൂരായി പോയാൽ ശിർക്കിലും കുഫറിലും വരെ എത്തും. നബിയുടെ ദാസങ്ങൾ മുമ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നില്ലേ? നിങ്ങൾ ആലോചിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിന്നെ സത്യം ചെയ്യാൻ ധൈര്യം വന്നില്ലേ? അപ്പോ അവർക്ക് അന്ന് നബിയുടെ ദാസങ്ങളുടെ മുമ്പിൽ അങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നില്ല. നമുക്കൊക്കെ എന്തൊക്കെയുള്ളതാണ്, നമുക്ക് അങ്ങനത്തെ ആരുമില്ല. അതുകൊണ്ട് സഹവാസത്തെ മുറുകെ പിടിക്കണം. പൈസ ഉണ്ടാക്കാനല്ല വലിയ കാര്യം, സഹവാസത്തെ മുറുകെ പിടിക്കാം. ഇതിനാണ് പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസത്തിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി കച്ചവടം തിരിച്ചൊക്കെ ഒന്ന് ഒഴിവാക്കി പള്ളിയിലെവിടെയെങ്കിലൊക്കെ പോയി കൂടുന്നത്. ആൾക്കാർക്ക് ഇതിനായി പോണേ ഒന്നും മനസ്സിലാവില്ല. അവിടുത്തെ പള്ളി ഒരു തോന്നാക്കി ഇവിടെ പള്ളി ഇല്ലെന്നാ ചോദിക്കുന്നത്. ഹൃദയത്തിന്റെ ക്ലീനിങ് നടക്കുന്നത് ആരും അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുക, സാലിഹ്യങ്ങളുടെ മജ്‌ലിസുകളിൽ പോയി കൂടിക്കൊണ്ടിരിക്കുക, സാലിഹ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ വെക്കുക, കാര്യങ്ങളെ നല്ല നിലയിൽ ഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, സഹാബാക്കളെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വൈത്തിരിവുകൾ ഉണ്ടാവും. അല്ലാഹ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിക്കുകയും ഖൈറിന്റെ എല്ലാ വഴികളും